ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ്. ചിക്കൻ ഡ്രംസ്റ്റിക് സ്നാക്ക്. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ്റെ ലെഗ് പീസ് പോലെ തന്നെ ഇല്ലേ, പക്ഷെ ഇത് ലെഗ് പീസ് ഒന്നല്ല. പക്ഷെ ചിക്കൻ്റെ ഒരു ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണിത്. ഷവർമയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു ഡോ തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml ഒരു ഫുൾ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml ശ്രദ്ധിച്ചോളൂ, മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് എടുത്തോളൂ. അപ്പോൾ മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈസ്റ്റ്, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റിന് ആഡ് ചെയ്യുന്നത്, 1/4 ടീസ്പൂൺ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ തന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ എടുക്കാം. 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും കൂടരുത്. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടായാലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ആ ഉപ്പും പഞ്ചസാര അതുപോലെ നമ്മൾ ഇടയ്ക്ക് ഈസ്റ്റും ഓയിലും എല്ലാം ഈ മൈദയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ആവുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡോ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്താൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ മൈദ മാവല്ലോ, ആ കുട്ടിപ്പിടിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് മാവ് നല്ല ടൈറ്റ് ആവാനും പാടില്ല, എന്നാൽ ലൂസ് ആവാനും പാടില്ല. ചപ്പാത്തിക്ക് പരത്തുന്ന അത്ര ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ പൊറോട്ടയ്ക്ക് പരത്തുന്ന അത്ര ലൂസ് ആവാനും പാടില്ല. അതിന് മീഡിയം ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ട, മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 1 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്കുള്ളൊരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ 100 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഞാനിവിടെ 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്യാം. എല്ലായിടത്തും ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എത്തുന്ന വിധത്തിൽ നല്ലോണം മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്പൈസ് ലെവൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ആഡ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കറക്റ്റായിട്ട്. നല്ലോണം വേവണം. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് തിരിച്ച് മറിച്ച് ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഏകദേശം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അധികം ഡ്രൈ ആയിട്ടില്ല, എന്നാൽ കറക്റ്റ് വെന്തിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് കോരിയും മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഞാനിവിടെ 100 ഗ്രാം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ അതിന് കുറച്ച് കുറഞ്ഞാൽ അല്ലെങ്കിൽ കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഫില്ലിങ്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കൂടി ഇതിൽ ആഡ് ചെയ്യും. ഈ ഫില്ലിങ്സ് ബാക്കി വന്നാൽ നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണത്. ഇനി ഞാൻ ഈ ചിക്കൻ പീസ് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരുന്നത് ചിക്കൻ. അപ്പോൾ ഇത്ര വലിയ പീസായിട്ട് നമുക്ക് ഫില്ലിങ്സ് ഇടാൻ പറ്റില്ല. അപ്പോൾ കൈകൊണ്ട് ഇതുപോലെ പിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഫില്ലിങ്സ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താലും മതി. എങ്ങനെയായാലും ഇപ്പോൾ ഓയിൽ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല, സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക എപ്പോഴും. ഈ ഫില്ലിങ്സിലേക്കുള്ള എല്ലാ വെജിറ്റബിൾസും ചിക്കനൊക്കെ നമ്മൾ വളരെ ചെറിയ പീസൊക്കെ അരിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് തന്നെ ക്യാരറ്റ് ഇതുപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ ഓണിയൻ അതുപോലെ ഒരു 1/4 കപ്പ് തന്നെ ഉണ്ടാവും. ഓണിയനും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കുറച്ച് കൂടിയാലോ കുറഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3 കളറുള്ള ക്യാപ്സിക്കം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ്, അത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും കൂടരുത് ക്വാണ്ടിറ്റി, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും കൂടരുത്.
ഇനി നമുക്ക് അതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കുറവ് വേണ്ട ഒരു 1/2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലേക്ക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ആദ്യം ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് ആഡ് ചെയ്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാവും. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഈ മയോണൈസ് ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അത് കാണാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊന്ന് കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണാം, ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാനിതിൽ ഉപ്പ് ആഡ് ചെയ്തില്ല, കാരണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പുണ്ട്, അതുപോലെ മയോണൈസിൽ ഉപ്പുണ്ട്. അപ്പോൾ നമുക്കിതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഞാൻ 4 ടേബിൾ സ്പൂൺ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് കിട്ടാനായിട്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാൽ മാവ് ഇപ്പോൾ 1 അവർ കഴിഞ്ഞ് നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് 2ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. 2 ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഓരോ ബോൾസ് വീതം നമുക്ക് പരത്തിയെടുക്കാം. മൊത്തം നമുക്ക് ഇതിലേക്കൊരു 8 സ്നാക്സ് കിട്ടും. അപ്പോൾ ഈ ഒരു ബോളിൽ നിന്ന് നമുക്ക് 4 എണ്ണം കിട്ടും. അതേപോലെ 2 ബോൾസ് ഉണ്ട്, അപ്പോൾ നമുക്ക് 8 എണ്ണം. അപ്പോൾ ആദ്യം ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ സൈഡിൽ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോ ബോൾസും അതിൽ നിന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കണം. കാരണം ഈ മൈദ ആകുമ്പോൾ നമ്മൾ പരത്തുമ്പോൾ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്താൻ അത്ര നൈസായിട്ട് പരത്തണ്ട, കുറച്ചും കൂടി ഒരു തിക്നെസ്സിൽ, നല്ലോണം തിക്കാവാനും വേണ്ട. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് ഞാൻ സൈഡ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് 4 പീസായിട്ട് കട്ട് ചെയ്താലും മതി. നമ്മൾ മൈദ കുഴയ്ക്കുമ്പോൾ അതിൽ ഓയിൽ അധികം കൂടരുത്, ശ്രദ്ധിച്ചോളാം. ഓയിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട പോലെയാവും. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ പിടിച്ച് കിട്ടാത്ത ഒരവസ്ഥയാവും. അപ്പോൾ ഇത്തിരി പൊടി ഇട്ടിട്ട് അതിൽ നല്ലോണം പരത്തിയെടുക്കാം. ഈ പീസിൽ നമുക്ക് 4 ആക്കാം. അപ്പോൾ ഒരു ബോളിന് ഞാൻ എടുത്തത് അതിൽ നിന്ന് നമുക്ക് 4 ഇതുപോലത്തെ 4 പീസ് കിട്ടി. ഇനിയും നമുക്ക് ഇതുപോലത്തെ ഓരോ പീസ് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഇതുപോലെ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് മാറ്റം വന്നാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് ഇനി ഫില്ലിങ്സ് ആഡ് ചെയ്തെടുക്കാം. ഫില്ലിങ്സ് നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ, അധികം ഓവറായിട്ട് ആഡ് ചെയ്യരുത്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് മാത്രം പിന്നെ ആഡ് ചെയ്യാം. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഈ ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ട് അധികം നേരം വെക്കരുത്. കാരണം ഈ വെജിറ്റബിൾസ് അല്ലേ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒണിയിൽ നിന്നൊക്കെ ആയാലും വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലൊരു ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പൊട്ടറ്റോ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലുള്ള പീസ് എടുത്തിട്ട് സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കാം. അധികം പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാന്ന് വെച്ചാൽ അത് ചിലപ്പോൾ താഴ്ത്തിക്ക് അങ്ങനെ ഹോളായിട്ട് താഴ്ത്തിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് സൈഡിൽ നിന്ന് ഷീറ്റ് എല്ലാം നമുക്ക് വലിച്ചിട്ട് ആ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പൊട്ടറ്റോൻ്റെ ആ സ്റ്റിക്കുമേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ പൊട്ടറ്റോ ഉണ്ടല്ലോ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി ഫ്രഞ്ച് ഫ്രൈസിന് വേണമെങ്കിൽ അതിൻ്റെ വീട് ഞാൻ അടുത്തായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാവില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊരു ഡ്രം സ്റ്റിക്കിന് ഒരു ഷേപ്പിൽ വന്നില്ലേ നമുക്ക് കറക്റ്റായിട്ട്. അതിന് ഈ മൈദമാവ് കറക്റ്റ് ഈ സൈഡിലേക്ക് ആ സ്റ്റിക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ട ഒരു ലെഗ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാം റെഡി ആക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആ ലെഗ് പീസ് എടുത്തിട്ട് ആദ്യം മൈദമാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ വളരെ പതുക്കനെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ആ സ്റ്റിക്കും വന്ന് മൈദ അടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടു ഞാൻ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതൊന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് ഇതേപോലെ ആക്കി വെച്ചതാണ്, അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ട കഴിക്കാത്തവരാണെങ്കിൽ കുറച്ച് മൈദമാവ് ഈ ഒരു കൺസിസ്റ്റൻസിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്താലും മതി. ഇനി നമുക്കത് ബ്രെഡ് ക്രംസിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ സ്റ്റിക്കുമെന്ന് ഇതൊക്കെ ചിലപ്പോൾ അടർന്നു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മൈദ നമ്മൾ കുഴയ്ക്കുമ്പോൾ അധികം വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മുട്ടി പിടിച്ചിരിക്കില്ല.
അത് ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ എല്ലായിടത്തും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തോളാം. ഞാനിപ്പോൾ എല്ലായിടത്തും നല്ലോണം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കടായിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഓരോ പീസസും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആണ് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഉള്ളിൽ മൈദയാണ്, അപ്പോൾ മൈദ വേവില്ല. ബ്രെഡ് ക്രംസ് ആണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ അധികം ചൂടാവരുത്. ചെറിയൊരു ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആ ലോ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ട ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ മതി. ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്കിത് വറുത്ത ടിഷ്യൂക്ക് മാറ്റി വയ്ക്കാം. കറക്റ്റ് ലെഗ് പീസിൻ്റെ ആ ഷേപ്പ് വന്നില്ലേ, നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കാൽ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കാണുന്നതിനേക്കാളും പ്രതീക്ഷിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.